ഇന്ന് ഇവിടെ റെഡിയാക്കാൻ പോകുന്നത് നെത്തോലി അല്ലെങ്കിൽ ചൂട എന്നൊക്കെ പറയും. അത് പറ്റിക്കാൻ പോവുകയാണ്. അതിന് അത് വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. കുടംപുളി ഇട്ടാണ് ഞാനിവിടെ പറ്റിക്കാൻ പോകുന്നത്. ചിലർ മാങ്ങ ഇട്ടും പറ്റിക്കും. ഞാൻ ഇന്ന് കുടംപുളിയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ്: തേങ്ങ ചിരകിയത്, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക്, കരിയാപ്പല, അതുപോലെ തന്നെ ഇഞ്ചി. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ തേങ്ങ ചട്ടിക്കകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പല ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളി, കരിയാപ്പല ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പുളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യമായ മഞ്ഞപ്പൊടി, ലേശം മുളക് പൊടി. ഞാൻ മുളക് പൊടി ചേർക്കാറുണ്ട്, ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. എനിക്ക് ചേർക്കുന്നത് എനിക്ക് ഇച്ചിരി ഇഷ്ടമാണ്. മുളക് പൊടി ലേശം മതി. അതുപോലെ തന്നെ ഉലുവപ്പൊടി, കായപ്പൊടി, ലേശം മല്ലിപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. നിങ്ങൾ ചേർക്കുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ചേർക്കും. എനിക്ക് ടേസ്റ്റി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് തിരുമ്മി കൊടുക്കാം നമുക്ക്. ഇനി നമുക്കിത് നന്നായിട്ട് തിരുമ്മി കൊടുക്കണം. നമുക്ക് തിരുമ്മി കൊടുക്കാം. ചിലര് ഇതൊന്ന് ചതച്ചെടുക്കാറുണ്ട്. നമുക്ക് ഇവിടെ അരകല്ലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ കൈകൊണ്ടാണ് ഞെരടി കൊടുക്കുന്നത്. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് തിരുമ്മി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീനും കൂടെ ആഡ് ചെയ്യാം. അതും കൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് തിരുമ്മി കൊടുത്തിട്ട് നമുക്ക് അടുപ്പ് വെച്ച് വേവിക്കാം. നന്നായിട്ട് തിരുമ്മി കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ മീന് അടുപ്പേ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഫൈനലി കുറച്ച് വെളിച്ചെണ്ണ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ നെത്തോലി തോരൻ റെഡിയായിട്ടുണ്ട്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്യണം. ബെല്ലൈക്കണും അമർത്തണം. പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.